നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇഴക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്വത്രം ഇന്ന് പകലിൽ ദൈവത്തിനും നമ്മളോട് പറയാനുള്ളത് തന്നെ. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് നാളിതുവരെ സ്വത്രം നിന്റെ വേദനകൾക്ക് പരിഹാരം തരാതെ കർത്താവ് പോയിട്ടില്ല. നീ വിളിച്ചു ചോദിച്ച എല്ലാ സമയത്തും ദൈവം തമ്പുരാൻ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നീതിമാൻ എന്ന് പറയുന്ന പദത്തിലേക്ക് വരുമ്പോൾ അർഹതയില്ലാത്തവനെ അർഹതയുള്ളതാക്കിയ ഒരു പദമാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അത് വിശ്വാസത്താലാണ് വെളിപ്പെട്ട് വരുന്നത്. വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം. ഭക്തൻ പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ്. അവന് വേണ്ടത് തത്സമയത്ത് കൊടുക്കുവാനും അവന്റെ തലമുറകൾക്ക് വേണ്ട തത്സമയത്ത് കൊടുക്കുവാനും നിനക്ക് തീരെത്തിച്ചു തരുവാനും നിനക്ക് രോഗശാന്തി തരുവാനും നിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ നീ അപേക്ഷിക്കുന്നതിനൊക്കെയും ഉത്തരം തരാനും എന്റെ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. സ്വന്തം ഇയ്യോബ് വെറുതെയല്ല ദൈവത്തെ സേവിക്കുന്നത് പിശാച് പോലും പറയുന്നുണ്ട്. പിശാച് പറയാൻ കാരണം എന്തെന്നറിയാമോ? പിശാച് നോക്കുമ്പോൾ സ്വന്തം ഇയ്യോബ് ഒരു കംഫർട്ട് അവസ്ഥയിലായിരിക്കുന്നത്. അതിന്റെ പിന്നിലെ പ്രധാന കാരണം ഇയ്യോബ് നീതിമാനായിരുന്നത് കൊണ്ടാണ്. ഇയ്യോബ് ദൈവഭക്തനായിരുന്നത് കൊണ്ടാണ്. അവൻ ദോഷം വിട്ടകലുന്നവനായത് കൊണ്ടാണ്. ഇന്ന് പകൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ വയ്യലെ ദോഷം ചെയ്യാതെ നിന്നെ തന്നെ നീ കാത്തുകൊള്ളണം. ഉപദ്രവിക്കാതെ നീ നിന്നെ തന്നെ കാത്തുകൊള്ളണം. മറ്റുള്ളവർക്ക് നാവുകൊണ്ട് മുറിവ് വരുത്താതെ നിന്നെ തന്നെ നീ കാത്തുകൊള്ളണം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതിരിക്കാൻ നിന്റെ കൈകളെയും നിന്റെ അപകടത്തെയും സൂക്ഷിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ നീതിയോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്വന്തം ദൈവത്തെ നമ്മൾ സേവിച്ചിട്ട് ആരെങ്കിലും നമുക്ക് ദ്രോഹം ചെയ്യുന്നെങ്കിൽ ആ കാര്യം ദൈവം നോക്കിക്കോളൂ. ശാസ്ത്രോടെ സ്വത്രം പറയാമോ? നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ, നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്, നമുക്ക് വേണ്ടാത്തതൊക്കെ ചെയ്തു വെക്കുന്നവരുണ്ട്. ഭയപ്പെടരുത്. നീ നീതിയോടെ ജീവിച്ചാൽ മതി. നിനക്ക് വിരോധമായി തൊടുക്കുന്ന സകല ആയുധത്തെയും ദൈവത്തിന്റെ ആത്മാവ് സ്വത്രം ഇല്ലായ്മ ചെയ്യും. ജനപരലോകത്തിൽ ഓടി വരട്ടെ. 36-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചോണം കേട്ടോ. 12-ാമത്തെ വാക്യം വായിച്ചേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു. ഒന്നുകൂടെ വായിച്ചാൽ ശക്തിയോടെ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. വിശ്വാസമുണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞോണം. ദോഷം ചെയ്യുന്നവൻ മറിഞ്ഞു വീഴുന്നെന്നാ പറഞ്ഞത്. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവൻ എത്ര ശ്രമിച്ചാലും എഴുന്നേൽക്കാൻ കഴിയത്തില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സ്വന്തം ആരെതിർത്താലും ആര് നിന്നോട് യുദ്ധത്തിന് വന്നാലും ആര് നിന്നോട് പോരാടിയാലും ദൈവത്തിന്റെ ഭയങ്കരെ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ അതിന്റെ നടുവിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരൂ. ഹല്ലേലൂയ. നിനക്ക് ദോഷം ഭവിക്കാതിരിക്കാൻ കർത്താവിന്റെ ചിറകടിയിൽ നിന്നെ മറയ്ക്കും. സ്വത്രം ചിലരുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവമൊന്നും വിടുവിച്ചില്ലെന്നാണോ നിങ്ങളുടെ ഭാവനയിൽ ഇരിക്കുന്നത്? ഞാൻ പറയുന്നു, എനിക്ക് ചെയ്ത സകല നന്മകളും നിമിത്തം ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരാധനാലയത്തിൽ വന്ന ദൈവത്തിന്റെ മക്കളോട് സ്വർഗത്തിൽ ദൈവം പറയുന്നു, നിനക്ക് ചെയ്തത് ഞാൻ മറ്റൊരാൾക്ക് ചെയ്തിട്ടില്ല. നിന്റെ കുടുംബത്തിന് ചെയ്തത് ഞാൻ മറ്റൊരാൾക്ക് ചെയ്തിട്ടില്ല. നിനക്ക് കഴിവില്ലാത്തയിടത്ത് ഞാൻ നിന്നെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് ഇന്ന് പകലിൽ മറന്നു പോകരുത്.
കഴിവില്ലാത്തവരെ കഴിവുള്ളവനാണ്. സ്വന്തം പറഞ്ഞ ദൈവത്തെ ശ്രദ്ധിച്ചോണം. കഴിവില്ലെന്ന് എവിടെ തോന്നുന്നു ദൈവത്തോട് പറയണം കഴിവ് തരണമെന്ന്. ഇല്ലെന്ന് എന്ത് പറയുന്നു ഉളവാക്കാൻ കഴിയുന്നവരോട് പറയണം ഉളവാക്കി തരണമേ. സ്വന്തം ശക്തിയില്ലെന്ന് തോന്നുന്നതിന് പറഞ്ഞോണം ശക്തി പകർന്നേ മതിയാകുള്ളൂ എന്ന്. എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നതിന് പറയണം ഉടനടി ആത്മാവ് നിന്നെ ബലപ്പെടുത്താനായി തീരും. ഞാൻ ഈ പകൽക്കാലം വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ. അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീതിമാൻ തുടങ്ങില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസമുണ്ടോ? സ്വതന്ത്രം പറ. സ്വന്തം നിന്റെ ഭവനത്തിനകത്ത് വീട് ചെറുതോ വലുതൊക്കെ ആകട്ടെ, കലവറകളെ ദൈവം പോഷിപ്പിക്കുന്നില്ലേ? ഹല്ലേലൂയ. ക്ഷാമകാലത്ത് നിന്നെ പോഷിപ്പിച്ചില്ലേ? ഇല്ലായ്മയുടെ കാലത്ത് ദൈവം നിന്നെ നടത്തിയില്ലേ? ഹല്ലേലൂയ. പലരും പറഞ്ഞു എന്തോ ഒരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ ദൈവം പറഞ്ഞു ഈ കഷ്ടം വന്നത് ഈ കഷ്ടം ഒരു വലിയ ഉയർച്ചയ്ക്കാണ്. കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിലൂടെ ഞാൻ പറയുന്നു, കഷ്ടതയുടെ നടുവിൽ നിന്നെ നടത്താൻ ദൈവത്തിന് അധികാരമുണ്ട്. സ്വന്തം